ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു കൊച്ചു സ്വർഗത്തിലാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് നല്ല ട്രാവൽ റെസ്ട്രിക്ഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ്. നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഇത് നോക്കി, ഇത് ഞങ്ങളുടെ റെൻറ്റഡ് പ്രോപ്പർട്ടിയാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ. ഇതൊക്കെ കൂട് കൃഷിയാണ്. ഇവിടെ കരിമീനുണ്ട്, സിലോപ്പിയുണ്ട്, കാളാഞ്ചിയുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ മീനുണ്ട്. നിങ്ങൾക്ക് ഞാനവിടെ തീറ്റ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കരിമീൻ്റെ കൂട്ട വരുന്നത് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഇഷ്ടം പോലെ മീനുണ്ട്. ഒരുപാട് കരിമീനുണ്ട്, അതിനകത്ത് സിലോപ്പിയുണ്ട്. ഇപ്പോൾ ചെറിയൊരു കൂട്ടം മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷെ ഇവിടെ ഒരുപാട് മീനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരിമീൻ മാത്രമല്ല കേട്ടോ, സിലോപ്പിയും കാളാഞ്ചിയും അങ്ങനെ ഇഷ്ടം പോലെ മീനുണ്ട്. നിങ്ങൾക്കിത് ഇവിടെ ഒരു വഞ്ചിയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്ത് റൈഡൊക്കെയാണെന്ന് പറഞ്ഞത് ചുറ്റും കാണിച്ചിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി. പച്ച കളറിലുള്ള വെള്ളമാണ് ചുറ്റും. ഇത് നോക്കി, ഇതാണ് നമ്മളിപ്പോൾ ഇടയ്ക്കൊരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വന്ന് നമ്മൾ അത്യാവശ്യം സ്ട്രെസ്ഡൊക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ ഒന്ന് ഒരു തുഴച്ചിലൊക്കെ ഒന്ന് തുഴഞ്ഞു കഴിഞ്ഞാൽ പകുതി മുക്കാലും അവിടെ അങ്ങ് പോകും. ഇതിനകത്തൊക്കെ മീനുണ്ട് കേട്ടോ. എല്ലാത്തിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് മീന്. ഇതിൻ്റെ അരികിലായിട്ട് നമുക്ക് ഒരുപാട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പാറ ചാടുന്ന അങ്ങനെ തലയിലങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ ഇങ്ങനെ കണ്ട സ്ഥലം എങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളിത് ഇനി ഒട്ടും സമയം പാഴാക്കുന്നില്ല, നേരെ ചൂണ്ടയിടാനുള്ള പരിപാടി ഉണ്ട്. നമ്മുടെ ചൂണ്ടയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. പിന്നെ അതെ നമ്മൾ തീറ്റ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈദപ്പൊടിയുണ്ട്, ഇതിനകത്ത് ബിസ്ക്കറ്റ് പൊടിച്ചുണ്ട്, ഇതിനകത്ത് കോഴിയുടെ തീറ്റയുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഒട്ടും സമയം പാഴാക്കുന്നില്ല, നേരെ നമ്മൾ ചൂണ്ടയിടാൻ പോകാം കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്ക് നമ്മൾ സ്പൈഡർ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇത് യൂസ് ചെയ്യാൻ. ഒരുപാട് കുളത്തുകളുണ്ടല്ലോ. പിന്നെ വേറെ ഇത് ഒരു പോപ്പും കൂടെ അടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ടൈപ്പ് മീനും കുത്തിക്കോളും. നമ്മുടെ കരിമീനും മറ്റേ മാത്രമല്ല, അടിയിൽ നിന്ന് തിന്നുന്നേ കാർപ്പ് ടൈപ്പ് ഫിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കുത്തിക്കോളും. അപ്പോൾ നമ്മൾ ഒട്ടും സമയം പാഴാക്കുന്നില്ല, നമുക്ക് നേരെ കാസ്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. നമ്മൾ സാധനം കാസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അടിയുണ്ട്. നമ്മൾ ഓടിക്കൊണ്ടാ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതോടെ കമ്പിൻ്റെ അവിടെ തട്ടിയിരുന്നു, പക്ഷെ അല്ല, ഇട്ട വഴി അപ്പം തന്നെ സാധനം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും കാസ്റ്റ് ചെയ്തല്ലേ. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. കരിമീനാണ്, ചെറുതാണ്, പക്ഷേ നമുക്ക് ഇനി എന്തായാലും മാക്സിമം എണ്ണത്തിൽ പിടിക്കണം എത്രയും പെട്ടെന്ന്. കാരണം എന്തേ, അവിടെ മഴ വരുന്നുണ്ട്, മഴയുടെ ഒരു സീൻ നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് എത്ര പെട്ടെന്ന് പിടിച്ചാലാണ് നമുക്ക് സൺസെറ്റിനൊക്കെ മുമ്പ് ഗ്രില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത് കാസ്റ്റ് ചെയ്യാം. Early the next morning. ഗായ്സ്, ഇന്നലെ ഒരു കിടിലം പണിയും കിട്ടി. ഞാൻ രണ്ടാമത്തെ അങ്ങ് ഇടാൻ നോക്കി വഴിക്ക് തന്നെ ഒരു അടിപൊളി മഴയങ്ങ് വന്നു. ഞാൻ അവസാനം ക്യാമറയും എൻ്റെ ഫോണും എല്ലാം കൂടെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓട്ടമായിരുന്നു. പിന്നെ രാത്രി ഒരുപാട്, അപ്പോഴത്തേക്കും രാത്രി ആയി തുടങ്ങി. പിന്നെ രാത്രി ഒരുപാട് ഒറ്റയ്ക്ക് നിന്ന് ചൂണ്ടിടാൻ പറ്റുന്നൊരു സ്പോട്ടല്ല. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫാമിൻ്റെ ഫ്രണ്ടിലുള്ള CCTV ക്യാമറയിൽ കിട്ടിയതാണ്. ഇത് എന്താ സാധനമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. മ്ലാവാണ്, അത് മെയിലാണ്, കൊമ്പനാണ്. അവൻ ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ അതിനകത്ത് കോർത്ത് കളയും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഇതിൻ്റെ അകത്ത് നിൽക്കാത്തത്. പിന്നെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ പാമ്പാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ആ മുറിയില്ലേ, ആ മുറിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ പ്രാവ് വളർത്തിയതിൻ്റെ അതിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളെയും എല്ലാം തിന്നിട്ട് കിടക്കുന്ന കിടപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാട് ഇത്ര അധികം ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് പാമ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിറ്റേ ദിവസം നമ്മൾ രാത്രിയിൽ നിന്ന് നമ്മൾ നമ്മുടെ മീൻപിടുത്തവും ഫ്രൈയും ഒക്കെ മാറ്റിയിട്ട് പിറ്റേ ദിവസത്തേക്ക് ആക്കിയത്. ഇപ്പോൾ മനസ്സിലായി എന്താ പ്രശ്നം. രാത്രി ഇവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജീവനൊരു റിസ്ക് ആക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാനിവിടെ നിന്ന് രാത്രി അങ്ങ് തെറിച്ചു. നല്ല കൊമ്പനാണ് വന്നേക്കുന്നത്. നമ്മളവിടെ നിന്ന് സംസാരിച്ചില്ലേ, ആ സംസാരിച്ച എക്സാക്ട് സ്പോട്ടിലാണ് സാധനം വന്നേക്കുന്നത്. നമ്മളിത് തീറ്റയെ കുഴച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
ഇത് നമുക്ക് നേരെ അങ്ങ് ചൂണ്ടയിട്ടാൽ മതി. ഒരു സിലോപ്പിയും കൂടെ കിട്ടിയെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു സിലോപ്പൂടെ കിട്ടിയെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഗ്രില്ലടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഗ്രില്ല് കൂട്ടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് പോകാം. One eternity later. അടിപൊളി. അപ്പോൾ നല്ല ഗ്രില്ലടിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിലോപ്പിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത് നമുക്ക് ഒരെണ്ണം കൂടെ വേണ്ടി ഇട്ട് നോക്കാം. ഇനി എന്തെങ്കിലും കിട്ടിയാലോ, ഒരു സിലോപ്പിയുടെ ആണെങ്കിൽ നൈസായിരിക്കും. അച്ഛനെ വിളിച്ച് അച്ഛനും കൊടുക്കാം ഫുഡ്. ഓക്കെ, സക്സസ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിടൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാം. നല്ല ഫ്രഷ് സാധനം. നമ്മൾ മസാലയൊക്കെ റെഡി മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തോട്ടും. നമ്മൾ ഒരുപാട് കട്ടിക്ക് മസാല എടുത്തിട്ടുള്ള, ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാവുന്ന രീതിയിലാണ് എടുത്തുള്ളൂ. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ആ മസാലയുടെ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോഴേ ആ മസാലയുടെ ഒരു കരിഞ്ഞ ചൊക വരും. ഇതാ ഇവനെ കണ്ടോ, ഇവരാണ് നമ്മുടെ സ്ഥിരം ഗ്രില്ലിങ് മെഷീൻ. തിരിച്ചു കഴിയുന്ന എയർഫ്ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് കത്തുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ സാധനം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനേ വന്നപ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ മറന്നായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ തന്നെ ഫാറ്റി കിടന്നത് മൊരിയുമാണ്. അടിപൊളി. ഇത് നോക്കി, നമ്മുടെ മീൻ നല്ല കുക്കായിട്ടുണ്ട്. രണ്ട് സൈഡും ത്രൂ അത് നല്ല സോഫ്റ്റാണ്. ഞാൻ നോക്കിയപ്പോൾ മീറ്റ് നല്ല ടെൻഡറാണ് ഫിഷിൻ്റെ. എന്തായാലും എനിക്ക് മണം അടിച്ചിട്ട് സഹിക്കുന്നില്ല. വിശന്നിട്ടാണ് ഈ പാടില്ല. അപ്പോൾ എന്തായാലും നമുക്കിത് എടുത്താൽ കഴിച്ചടയിന് ഒട്ടും സമയം വഹിക്കണ്ട. അതാ നമ്മൾ തുറക്കുവാണേ. അയ്യോ, മുട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. അമ്മേ, ചെറിയൊരു പണി കിട്ടിയൊരു ലക്ഷം കാണുന്നുണ്ട്. One eternity later. ഇതാണ് നമ്മുടെ ഫിഷിന് ടേസ്റ്റ് ചെയ്യുന്ന സെഗ്മെൻ്റാണ്. ഓ എൻ്റെ അമ്മേ, മീറ്റ് ഭയങ്കര ലൂസാണ്. അവിടെ കുറച്ച് ഒട്ടിപ്പിടിച്ച് വരുന്നായിരുന്നു. അതാണ് ഇങ്ങനെ ഒരു ഷേപ്പില്ല 3D ഒന്നും. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല ടെൻഡറാണ് മീറ്റ്. ഞാൻ കുക്ക് ചെയ്യപ്പോൾ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര ബോറാവെന്ന് വിചാരിച്ചത്. ഞാനായതുകൊണ്ട് ബട്ട് ഇറ്റ്സ് ഗുഡ്. നോക്കും മീറ്റ് നോക്കും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അമ്മോ അല്ലേ, അടിപൊളിയാണ്. നമ്മളെന്താ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഇല്ലേ. നമ്മൾ കാരണം ഒരാൾക്ക് ഇന്നസെന്റ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ നമ്മളെവിടെ പോയാലും ഇപ്പം നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടത്തില്ല. അതാണ് നമ്മൾ നമ്മുടെ ലോക്കൽ സ്ഥലത്ത് കിടന്ന് നമ്മുടെ തന്നെ റെന്റഡ് പ്രോപ്പർട്ടിയിലൊക്കെ നമ്മൾ ഒരു കണ്ടന്റൊക്കെ ട്രൈ ചെയ്ത്. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പിംഗ് വീഡിയോ ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ്. നമുക്ക് ഇനി ഇഷ്ടം പോലത്തെ ഇങ്ങനത്തെ കണ്ടന്റ് വരുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ദിസ് ഈസ് വിഷ്ണു സന്തോഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.